നമ്മുടെ കൂടെ ഇന്ന് ചില ഫണ്ടമെൻ്റലായ കാര്യങ്ങളും മറ്റ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ റിസർച്ച് ഹെഡായ മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ് വിഷ്ണു. സാറ് ഇന്ന് എന്തായാലും നമ്മുടെ കൂടെ പ്രദീപ് ചന്ദ്രശേഖർ സാർ അവൈലബിൾ അല്ല. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചോളം കൂടുതൽ ടെക്നിക്കൽ സൈഡായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപിൻ്റെ ആ ഒരു താരിഫ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തമായ കൺഫർമേഷൻ നമുക്കില്ല എന്ന് തന്നെ പറയാം. പല രീതിയിലും വോളറ്റാലിറ്റിയൊക്കെ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവരുടെ ഒരു മണി സേവിങ് എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു അനിശ്ചിതത്വം നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു നിക്ഷേപകൻ മാർക്കറ്റിലോട്ട് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്ന മാർക്കറ്റ് വീണ്ടും ഒരു നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്ന ഒരു നിക്ഷേപകനായാൽ തന്നെ എത്തരം കാര്യങ്ങളിലാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? വിഷ്ണു, നമ്മളിപ്പോ നമ്മുടെ മൈഫിന്റെ റിസർച്ച് ഡെസ്ക് വളരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കട്ടെ. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത്, ഒരുപാട് ഓവർ ഓപ്റ്റിമിസം ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ എന്താ പറയുക, ഒരു റോങ് ഫൂട്ടിലേക്ക് ആക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ വിഷ്ണു, നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഏപ്രിൽ 8-9 ഏപ്രിൽ 8-ാം തീയതി ഏപ്രിൽ 9-ാം തീയതി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മൈഫിൻ ടിവിയിലൂടെ നമ്മൾ ഏതാണ്ട് മാർക്കറ്റ് ഒരു ടെമ്പററി ബോട്ടം എത്തി എന്ന് നമുക്ക് തോന്നുന്നതായിട്ട് നമ്മൾ ജനങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവച്ചിരുന്നു. ഈ സാധാരണ നമ്മൾ ഒരു ഓൺ എ ലൈറ്റർ വെയിൻ, ഒരു തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്, ആരെങ്കിലും ബോട്ടം കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഈദർ ഹീസ് എ ഫൂൾ ഓർ ഈസ് ലക്കി ഓർ ഈസ് എ ലയർ എന്നുള്ളത്. അതായത് ഒന്നില്ലെങ്കിൽ കള്ളം പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ലക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മണ്ടനായിരിക്കാം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ബോട്ടം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടോ അന്ന് മാർക്കറ്റിൽ 8-ാം തീയതി 9-ാം തീയതി നമുക്കൊരു ടെമ്പററി ബോട്ടം, എസ്പെഷ്യലി 9-ാം തീയതി നമ്മളൊരു ടെമ്പററി ബോട്ടം എത്തിയെന്ന് നമുക്ക് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ അത്രമാത്രം നെഗറ്റീവ് ന്യൂസുകൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞു. എന്നാൽ ഇനി വരാനുള്ളത് ചിലപ്പോൾ ഇനി പോസിറ്റീവ് ന്യൂസ് ആയേക്കാം എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് നമ്മൾ മാർക്കറ്റിനെ അഭിമുഖീകരിച്ചത്. ബട്ട് അവിടെ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം, നമ്മൾ അതിൽ ഒരിക്കലും അഹങ്കരിക്കുന്നില്ല. നമ്മൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു യു ടേൺ എടുത്തു. നല്ല ഒരു റാലി, ഒരു റിലീഫ് റാലി, അതിനൊരു ഷോർട്ട് കവറിംഗ് റാലി എന്നോ അല്ലെങ്കിൽ റിയൽ ബൈങ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. മാർക്കറ്റ് അവിടുന്ന് ഇന്നലെ വരെ നല്ലൊരു റാലി ഇന്ത്യൻ മാർക്കറ്റ് കാഴ്ചവെച്ചു, ഗ്ലോബൽ മാർക്കറ്റും അതേപോലെ കാഴ്ചവെച്ചു എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മാർക്കറ്റിൽ വീണ്ടും വീണ്ടും കണ്ട കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള ടാരിഫ് കുറച്ചു എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്കുകളിലേക്ക് കയറുക, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗിലേക്ക് കുറച്ചു എന്ന് പറയുമ്പോൾ അത് കയറുക. അതായത് ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ല സൈൻ ആയിട്ട് നമുക്ക് അന്നും തോന്നിയില്ല, ഇന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പൊ റെസ്പോണ്ട് ചെയ്യണത് US-ന്റെ ടാരിഫ് ഉദ്ദേശിച്ചു മാത്രമാണ്. ഇന്ത്യൻ മാർക്കറ്റ് അത് മാത്രമൊന്നുമല്ല. ഇന്ത്യൻ മാർക്കറ്റ് അതിനേക്കാളും എത്രയ്ക്കോ വലുതാണ്. എത്രത്തോളം ഡൊമസ്റ്റിക് കൺസംഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ എന്നിങ്ങനെ പോലുള്ള സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല എക്സ്പോർട്ടും ഉണ്ട്. ബട്ട് ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞ സമയം മുതൽ, അതായത് ഏപ്രിൽ 9 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് പോസിറ്റീവായിട്ട് റാലി ചെയ്തു എന്നുള്ളത് നമുക്കൊരു നല്ല കാര്യമാണ്, ഒരു റിലീഫ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൂവ്മെന്റ് കംപ്ലീറ്റ്ലി ഒരു ഫണ്ടമെന്റൽ ഡ്രിവൺ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാലിയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം മാർക്കറ്റിൽ വന്നപ്പോൾ നമ്മൾ സബ്സിക്വന്റ് ആയിട്ട് വന്ന എല്ലാ പരിപാടിയിലും, അതായത് ഈ ഓപ്പണിംഗ് അവേഴ്സിലായാലും ശരി, അല്ലാതുള്ള നമ്മൾ എന്ത് മാർക്കറ്റ് അപ്ഡേറ്റ് ആണെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ മാർക്കറ്റ് ടെമ്പററി ബോട്ടം ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോഷ്യസ് ഓപ്റ്റിമിസത്തിൽ വേണം. അതായത് നമ്മൾ ശ്രദ്ധിച്ചു വേണം മാർക്കറ്റിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ള ഒരു എപ്പോഴും നമ്മൾ ആ ഒരു മെസ്സേജ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം. നമ്മൾ റെസ്പോൺസിബിൾ ജേർണലിസം നടത്തുമ്പോൾ ജനങ്ങളെ ഓവർ ഓപ്റ്റിമിസ്റ്റിക്കും ആക്കരുത്, ഓവർ പെസിമിസ്റ്റിക്കും ആക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോരുന്നത്. നോക്കൂ, ഇന്നത്തെ ദിവസം തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ SGX നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഇംപ്ലൈഡ് ഓപ്പൺ ഒക്കെ വളരെ നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. പല ഏഷ്യൻ മാർക്കറ്റും വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആ പോസിറ്റിവിറ്റി വന്നു, അതേപോലെ നെഗറ്റിവിറ്റിയും വന്നു. എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്ന് വെച്ചാൽ ട്രംപിന്റെ ഓരോ ദിവസമുള്ള, നമുക്കിപ്പോ അതിനെ കുറ്റം പറയാനായിട്ട് നമുക്കിപ്പോ വേണമെങ്കിൽ ഏത് സൈഡ് വേണമെങ്കിൽ നിൽക്കാം.
ചൈന തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ചൈനയുടെ കയ്യിൽ നിന്ന് US കിട്ടി, അല്ലെങ്കിൽ US ചെയ്തത് ചൈനയ്ക്ക് ദ്രോഹമായി എന്നിങ്ങനെയുള്ളതിനേക്കാളും ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ റാഷണൽ ആയിട്ടാണ് വേണം ചിന്തിക്കാൻ. നമുക്ക് ഒരു സൈഡ് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പൈസ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനോ നമുക്ക് കഴിയില്ല. ഇപ്പൊ ചൈനയെ നമ്മൾ പൊക്കി പറഞ്ഞാലും അല്ലെങ്കിൽ US പറ്റി പൊക്കി പറഞ്ഞാലും നമ്മുടെ പൈസ മൂവ് ചെയ്യണം നിർബന്ധമില്ല. നമ്മുടെ പൈസ മൂവ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ വളരെ കോമൺ സെൻസിക്കൽ അപ്രോച്ചോടുകൂടി വേണം മാർക്കറ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ ഇപ്പോ ഈ പറയുന്ന പോലെ പല പോസിറ്റീവ് ന്യൂസുകളും ടെമ്പററി ആയിട്ട് വരാനുള്ളത് വന്നു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ട്രംപ് മാറ്റി മാറ്റി പറയുന്നതിനനുസരിച്ച് മാർക്കറ്റ് അതിനനുസരിച്ച് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ പൊസിഷൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് സ്റ്റാൻസ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നില്ല, എന്നാൽ വളരെ ബെയറിഷ് ആയിട്ടുള്ള സ്റ്റാൻസും കാണുന്നില്ല. നമ്മൾ ഇന്നും അഡ്വൈസ് ചെയ്യുന്നത് ജനങ്ങളുടെ അടുത്ത് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോവാവൂ. ഇനി അഥവാ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻട്രാഡേ വല്ലതും കിട്ടുകയാണെങ്കിൽ കഴിയുന്നതും പൊസിഷൻസ് വീട്ടിലേക്ക് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുക, അതായത് നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കാര്യം ഓവർ നൈറ്റിൽ നമ്മൾ പല ന്യൂസും വരുന്നു, എസ്പെഷ്യലി US മാർക്കറ്റ് ഫുൾ ടൈം ഓപ്പറേഷനിലായിട്ട് നിൽക്കുന്നത് നമ്മൾ എല്ലാവരും ഉറങ്ങുമ്പോഴാണ്. അപ്പൊ ഈ വക കാര്യങ്ങൾ എന്താണ് US നടക്കുന്നതെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ സ്വഭാവം അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദി പേഴ്സൺ കോൾഡ് ട്രംപ്. അത് അമേരിക്കൻ ജനതയ്ക്കും അറിയാം, അമേരിക്കൻ എക്കണോമിക്കും അറിയാം, ഗ്ലോബൽ എക്കണോമിക്കും അറിയാം, ഇന്ത്യൻ എക്കണോമിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഒരു കോഷ്യസ് സ്റ്റാൻഡ് ആയിട്ടുള്ളത്. ഷോർട്ട് കവറിംഗ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ പ്ലേ ചെയ്തു, അത് പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞോ എന്ന് പറയാൻ മാത്രം നമുക്ക് പറയാറായിട്ടില്ല. കാര്യം ഇനി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസും വരികയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് അതിനനുസരിച്ച് തന്നെ തിരിച്ച് ഒരു റിക്കവറി വന്നേക്കാം. ബട്ട് ആസ് ഓഫ് നൗ മാർക്കറ്റിൽ ഇപ്പൊ എക്സൈറ്റഡ് ആയിട്ട് ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനി ഫണ്ടമെന്റൽ ആയാലും ശരി, ടെക്നിക്കൽ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇന്റലിജൻസ് ബേസ് ചെയ്താലും ശരി, ഇന്ന് മാർക്കറ്റ് അതിനൊരു ഇൻഡിക്കേഷൻ തരുന്നില്ല. ഒരു ന്യൂസ് ഡ്രിവൺ മാർക്കറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു ക്ലിയർ ട്രെൻഡ് എമർജ് ചെയ്യണവരെ നമുക്ക് മാർക്കറ്റിലേക്ക് ഒരു ലോങ് കോൾ എടുക്കാനായിട്ട് നമുക്ക് ആയിട്ടില്ല എന്ന് വേണം നമുക്ക് ബേസിക്കലി ഒരു പ്രിഫേസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കാൻ. നമ്മളിത് പറയുന്നത്, നമ്മൾ എപ്പോഴും അറിയാം, നമ്മൾ ഈ പറയുന്നത് ക്ലീഷയാണ്. നമ്മളിപ്പോ ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് നമ്മൾ ഇത് തന്നെയാണ്. എവർ സിൻസ് ട്രംപിന്റെ ടാരിഫ് വന്നതിന് ശേഷം നമുക്ക് ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നും ഈ വക കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇന്നും സ്റ്റിക്ക് ഔട്ട് ചെയ്ത് പറയുന്നു. കാര്യം ഞങ്ങൾ എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം, മണി സേവ്ഡ് ഈസ് മണി ഏൺ. നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ഡ്യൂട്ടി ഇപ്പൊ മണി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യം. ഇപ്പൊ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞു, 3 ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. ഒന്ന്, ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാൻ, എന്റെ 100% മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്. അതേപോലെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ 100% മണി അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ആ ഇൻവെസ്റ്റബിൾ ഫണ്ട്സിന്റെ 100% ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ടെമ്പററി പേപ്പർ ലോസിലായിരിക്കാം കിടക്കുന്നത്. ഞാനും പേപ്പർ ലോസിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മൾ അവരോട് പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റോക്സ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 2-3 കൊല്ലത്തേക്ക് ഈ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ യു സ്റ്റേ ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ജങ്ക് സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി റീസ്ട്രക്ചർ ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അണ്ടർ ഓൺഡ് ആയിട്ടുള്ള സ്ട്രക്ചറലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവാം. ഇത് നമ്മൾ സജസ്റ്റ് ചെയ്തത് നമ്മൾ 100% ആയിട്ട് ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഉദ്ദേശിച്ചത് ഏതാണ്ട് മാർക്കറ്റിൽ നിന്ന് എന്താ പറയുക, പുതിയ ഒരു ഫണ്ട് ഉണ്ട്. അതായത് ഇത്രയും നാള് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ പെരിഫറിയിൽ മാത്രം നിന്ന് ചെറുതായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ പൊസിഷൻസ് ഒന്നുമില്ല, എന്നാൽ നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഒരു സെൻസിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ന്യൂ ഇൻവെസ്റ്റേഴ്സ്. മറ്റേതാണെങ്കിൽ നമ്മൾ 100% ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ പറയുന്ന കയ്യിൽ ക്യാഷ് വെച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്. അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാം. അത് ഇന്നാണ് ഇന്നലെയാണെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നു, ഈ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും കോവിഡിന്റെ സമയത്ത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈ മാർക്കറ്റ് തരും. ആ തരാനുള്ള ദിവസം അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ന്യൂസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതുകൊണ്ട് വളരെ വിജിലന്റ് ആയിട്ട്, വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. സ്റ്റേ ട്യൂൺഡ് ഇൻ ദ മാർക്കറ്റ്. എല്ലാ ദിവസവും മാർക്കറ്റിനെ വാച്ച് ചെയ്യുക എന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ട്രേഡ് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ അടുത്ത് ആരും നിർബന്ധിക്കുന്നില്ല എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന്. നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കയ്യിൽ എക്സ്ട്രാ പൈസയുണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ആയാലും ശരി, ന്യൂ ഇൻവെസ്റ്റേഴ്സ് ആയാലും ശരി, മാർക്കറ്റിൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 5-10 നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ്,
അണ്ടർ ഓൺഡ് ആയിട്ട്, അതായത് വളരെ ഈ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കിനേക്കാളും. കാര്യം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാവിയറ്റും കൂടെ നമ്മുടെ ഇതിൽ പറയുന്നത് വെച്ചാൽ, സാധാരണ എന്നും മാർക്കറ്റ് കാണിച്ചിരിക്കുന്നത് ലീഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ഇൻ ദ കറന്റ് റാലി ഓർ ദ നെക്സ്റ്റ് റാലി എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എത്രയും പോപ്പുലർ ആയിട്ടുള്ളതിൽ നിന്നൊക്കെ മാറി ഫണ്ടമെന്റലി സ്ട്രോങ് ആയി നല്ലോണം ചിലപ്പോൾ കറക്റ്റ് ചെയ്ത നല്ല നല്ല ക്വാളിറ്റി ഡെറ്റ് ഇല്ലാത്ത നല്ല ക്ലീൻ മാനേജ്മെന്റ് ഉള്ള നല്ല മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ ഇന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അപ്പൊ ആ വക സ്റ്റോക്കുകൾ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ, ഒരു റഡാർ ക്രിയേറ്റ് ചെയ്ത് ഒരു 5-10 നിങ്ങൾ വെച്ച് വാച്ച് ചെയ്യുക, അതിന്റെ ലെവൽസ് വാച്ച് ചെയ്യുക. മാർക്കറ്റ് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരും, അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയേക്കാം എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രം ഞങ്ങൾ പ്രേക്ഷകരോട് പാസ് ചെയ്യും. സാർ, ഇപ്പോൾ എനിക്ക് അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്തകൾ നിൽക്കുമ്പോൾ തന്നെ പല പ്രേക്ഷകർ അല്ലെങ്കിൽ പല നിക്ഷേപകരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാർ പറഞ്ഞ പോലെ തന്നെ ചില പോസിറ്റീവ് ന്യൂസുകൾ വരുമ്പോൾ ആ ഒരു സ്റ്റോക്കിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ സാർ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ നോക്കിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം നിക്ഷേപം നടത്തേണ്ടത് എന്നുള്ളൊരു വ്യൂ സാർ ഇപ്പോൾ പറഞ്ഞുള്ളൂ. എൻ്റെ ഒരു ചോദ്യമായിട്ട് ഇനിയുള്ളത്, ഈ ഒരു താരിഫുമായി ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ പല സെക്ടർ വൈസ് നോക്കുമ്പോഴും പല ന്യൂസുകൾ ഒരു അനിശ്ചിതത്വം മാർക്കറ്റിലുണ്ട്. എസ്പെഷ്യലി നമ്മൾ പറയുമ്പോൾ ഫാർമയിൽ ഒരു താരിഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫർമേഷൻ ഇപ്പോഴും മാർക്കറ്റിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഒരു നിക്ഷേപകർ ഇനി ഒരു സെക്ടർ വൈസ് ഒരു സ്റ്റോക്കുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സെക്ടറുകളിലായിരിക്കാം ഈ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം ഇപ്പോൾ മാർക്കറ്റ് നേരിടാൻ പോകുന്നതെന്നാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? വിഷ്ണു, മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്റെ ഒരു വ്യക്തിപരമായ റീഡിംഗ് അനുസരിച്ച് US ഈ ട്രംപ് വച്ചിരിക്കുന്ന ടാരിഫ് ആണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മാർക്കറ്റ് ഇന്നും പേടിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ട്രംപിന്റെ ടാരിഫ് മറ്റുള്ള രാജ്യങ്ങളിൽ വയ്ക്കുന്നത് കാരണം, അതായത് ചീപ്പായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന രാജ്യങ്ങളായ ചൈന, വിയറ്റ്നാം, ഇന്തോനേഷ്യ, കാംബോഡിയ, തായ്വാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലും ട്രംപിന്റെ ടാരിഫ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അത് കാരണം ആ രാജ്യങ്ങളിലെ എക്സസ് കപ്പാസിറ്റി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനീസിന് അത് ബുദ്ധിമുട്ടാവും. കാര്യം വെച്ചാൽ നമ്മളിപ്പോ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു സ്റ്റീൽ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിലും ശരി, ഇപ്പൊ ഒരു ഷിപ്പ് ബിൽഡിംഗ്, നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് ഇന്ത്യയിൽ ഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്കൊരു കാര്യം അറിയോ, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷിപ്പ് ഉണ്ടാക്കുന്ന രാജ്യം ചൈനയാണ്. അത് കഴിഞ്ഞ് കൊറിയ, ജപ്പാൻ എന്നിങ്ങനെ 3 രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചൈനയിൽ നിന്നുള്ള മാനുഫാക്ചറിങ്ങിന് റെസ്ട്രിക്ഷൻസ് ട്രംപ് വച്ചത് കാരണം അവർക്ക് ഈ അഡീഷണൽ ആയിട്ട് ഒരുപാട് കപ്പാസിറ്റി കിടപ്പുണ്ട്. ഞാൻ ഷിപ്പ് ബിൽഡിങ്ങിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞു, പൊതുവെയുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ആ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവർക്ക് ഡംപ് ചെയ്യണം. ആ ഡംപ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രോഡക്ട്സിന് ഒരിക്കലും ചൈനീസ് പ്രോഡക്ട്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും മാർക്കറ്റിലേക്ക്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ചൈനീസ് പ്രോഡക്ട്സും കൊറിയൻ പ്രോഡക്ട്സും ഇന്തോനേഷ്യൻ പ്രോഡക്ട്സും വിയറ്റ്നാമീസ് പ്രോഡക്ട്സും തായ്വാനീസ് പ്രോഡക്ട്സും ഒക്കെ വന്ന് ഫ്ലഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഇന്ത്യൻ കമ്പനീസിന്റെ സെയിൽസ് കുറയും. സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വക ലിസ്റ്റഡ് കമ്പനികളുടെയൊക്കെ ഏർണിംഗ്സ് പെർ ഷെയർ കുറയും. ഏർണിംഗ്സ് പെർ ഷെയർ ഒക്കെ കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു റീവാലുവേഷൻ, അതായത് ഈ റേറ്റിംഗ് ഇന്ത്യൻ കമ്പനികളിൽ ഉണ്ടാവും എന്നുള്ളൊരു റിസ്ക് ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പൊ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ US എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയാൽ തന്നെ നമുക്കത് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. അത്രയ്ക്ക് മാത്രമൊന്നും വലിയൊരു എക്സ്പോർട്ട് ഒന്നും നമ്മൾ US ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന പോലെ ഫാർമ, IT മാറ്റി വെച്ചിട്ടുള്ള കാര്യം, ഞാൻ മർക്കൻഡൈസ് എക്സ്പോർട്സിന്റെ കാര്യമാണ് പറയുന്നത്, സർവീസസിന്റെ കാര്യമല്ല പറയുന്നത്. സർവീസസിന്റെ കാര്യത്തിൽ ഇതുവരെ US ഒന്നും ഒരു ടാരിഫ് വച്ചിട്ടില്ല. പറയുന്നുണ്ടെങ്കിൽ പോലും ഫാർമയുടെ കാര്യത്തിലും IT കാര്യത്തിലും ഇതുവരെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് റിലീഫ് ആയിട്ട് കാണുന്നത്. കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ ട്രംപിന് ആദ്യം തന്നെ എല്ലാ മർക്കൻഡൈസ് ഇമ്പോർട്ട്സ്, US ഇമ്പോർട്ട്സിന്, ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ട്സിന് ടാരിഫ് വയ്ക്കുന്ന സമയത്ത്, അതായത് 10 എല്ലാം കൂടെ ചേർന്ന് 26% വയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ഫാർമയ്ക്കും IT വയ്ക്കാമായിരുന്നു. അത് വച്ചില്ല എന്നുള്ളത് തന്നെ നമുക്കൊരു ഹോപ്പാണ് തന്നത്. അതായത് നമ്മുടെ ഗവൺമെന്റും ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനും അമേരിക്കൻ ഗവൺമെന്റും തമ്മിൽ ഒരു ട്രൂസ് അല്ലെങ്കിൽ ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് വരികയാണെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ്, IT സോഫ്റ്റ്വെയർ സർവീസസും അതിൽ നിന്ന് മാറിക്കിട്ടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രംപ് പറയുന്നുണ്ടായിരുന്നു ഫാർമയ്ക്ക് ഞങ്ങൾ വയ്ക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിലും ആ 90-day വിൻഡോയിൽ ഇന്ത്യൻ ഗവൺമെന്റ് അത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അതിനകത്ത് കിട്ടി എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ബട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഫിയർ ചെയ്യുന്നത് US എക്സ്പോർട്ടോ അല്ലെങ്കിൽ US ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാരിഫ് വെച്ചതോ അല്ല,
മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഡംപിംഗ് ആണ് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് വിഷ്ണു. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റ് എന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഈ ടാരിഫ് കാരണം ഗുണം, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഈ ടാരിഫ് കാരണം നെഗറ്റീവ് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ലാർജർ പിക്ചർ എവിടെയോ മിസ് ചെയ്യുന്നു എന്നുള്ള. ലാർജർ പിക്ചർ എന്താണ്? ലാർജർ പിക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സെക്ടറുകൾക്കാണ് ത്രെട്ട്, മറ്റുള്ള രാജ്യങ്ങളുടെ ഡംപിങ്, അതായത് അവർ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഡംപ് ചെയ്യുന്ന ആ ഒരു സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് വിഷ്ണു. അതായത് അമേരിക്ക, അതായത് ട്രംപ് വളരെ എടുത്തു ചാടി ഒന്നും എടുത്ത ഡിസിഷൻ അല്ല. നമ്മൾ പല രീതിയിലും മാർക്കറ്റ് കമന്റേറ്റേഴ്സ് അത് പറയുന്നെങ്കിലും വളരെ നാളത്തേക്ക് റിസർച്ചിന് ശേഷം അവര് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനും ട്രംപിന്റെ ടീമും എല്ലാം ഇവ ബോണ്ടുകളിൽ ഉണ്ടാവാൻ പോകുന്ന റിപ്പർക്കഷൻസ് പോലും പഠിച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരവിടെ ഗോൾഡ് റീവാലുവേറ്റ് ചെയ്യുന്നു. എത്രയോ കൊല്ലത്തിന് ശേഷം അവരുടെ ഗോൾഡ് റിസർവ്സിനെ റീവാലുവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് മാർക്കറ്റ് ഇന്നും ഫെയർ ചെയ്യുന്നു. ഇനി US ഡോളർ എന്ന് പറയുന്ന കറൻസിയെ അവർ ഡീവാലുവേറ്റ് ചെയ്യോ എന്നുള്ളൊരു പേടിയും കൂടെ ഗ്ലോബൽ എക്കണോമിസ്റ്റുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ട്രംപ് ഏത് സമയത്താണ് ഈ ടാരിഫ് വെച്ചിരിക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇന്ത്യയുടെ കണ്ണിൽ മാത്രമേ കാണുന്നുള്ളൂ. സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയായ ചൈന വളരെ നല്ല സിറ്റുവേഷനിലൊന്നും അല്ല കോവിഡിന് ശേഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ ഓപ്പണിംഗ് ഹവേഴ്സിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അവര് 100 രൂപയ്ക്ക് സാധനം അവർ ഉണ്ടാക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റിസൺസിന് 39 രൂപയുടെ സാധനങ്ങളെ അവരുടെ നാട്ടിൽ തന്നെ ആവശ്യമുള്ളൂ. ബാക്കി വരുന്ന 61% അവര് ചീപ്പായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യുകയാണ്. ആ സർപ്ലസ് ആണ് ഇവര് ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഒഴുക്കുന്നതും അമേരിക്കയിലേക്ക് ഒഴുക്കുന്നതും. അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് എമൗണ്ട് ഓഫ് മണി അവര് തിരിച്ചു വീണ്ടും US സ്റ്റോക്സിലും US ബോണ്ട്സിലും US റിയൽ എസ്റ്റേറ്റിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. എന്നിട്ടും ബാക്കി വരുന്ന കാശ് ചൈന അവരുടെ റിയൽ എസ്റ്റേറ്റ്, അതായത് ചൈനയെ തന്നെയുള്ള മെയിൻലൈൻഡ് ചൈനയിലേക്കുള്ള റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് അവര് ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ റിയൽ എസ്റ്റേറ്റ് വേണ്ട രീതിയിൽ ടേക്ക് ഓഫ് ചെയ്തില്ല. ചൈനീസ് എക്കണോമി ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഇൻഫ്രാസ്ട്രക്ചറും, വളരെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും റിട്ടേൺ അവർ തരുന്നില്ല എന്നുള്ളതാണ്. ബുള്ളറ്റ് ട്രെയിനിൽ ആളുകളില്ല, കൺസംഷൻ വളരെ കുറവാണ്. വളരെ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് എക്കണോമിയാണ് ചൈന എന്ന് പറയുന്നത്. വളരെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉള്ള ഒരു എക്കണോമിക് നേഷൻ ആണ് ചൈന എന്ന് പറയുന്നത്. അവിടെ കൺസംഷൻ കുറയുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുമില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ചൈനീസ് എക്കണോമി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷനിലല്ല. അതുകൊണ്ട് തന്നെ ദേ ആർ ഫോഴ്സ്ഡ് ടു ഡംപ് their surplus products in other countries other than US, wherever they have a trade agreement. This is the biggest risk Indian market is facing right now, rather than we exporting it to US. അതൊരു ചെറിയൊരു പെർസെന്റേജ് മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചീപ്പ് ഇമ്പോർട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെയും പ്രശ്നം. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള മാർക്കറ്റ് കമന്റേറ്റേഴ്സ് പറയുന്ന പോലെ ഈ സെക്ടറുകൾക്കൊക്കെ US ടാരിഫിൽ ബെനിഫിറ്റ് ആണ്, ഈ സെക്ടറുകൾക്കൊക്കെ US ടാരിഫിൽ നെഗറ്റീവ് ആണ് എന്നുള്ളൊരു കൺസിഡറേഷനിൽ നിന്ന് മാറി വളരെ കോമൺ സെൻസിക്കലായിട്ട് അപ്രോച്ച് ചെയ്യണം. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ എടുത്തു പറയാനുള്ള കാര്യം ഇതുകൊണ്ട് തന്നെയാണ് വിഷ്ണു. സർ, അവസാനമായ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഒരു നിക്ഷേപകൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് സാർ ഇതിനെ കാണേണ്ടത്. എൻ്റെ ഒരു ചോദ്യം ഇതെന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട്, അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിലോട്ട് പുതിയതായിട്ട് വരുന്ന ഒരു നിക്ഷേപൻ ഈ ഒരു ഫണ്ട് എങ്ങനത്തെ സ്റ്റോക്കുകളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫണ്ടമെൻ്റലി എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചുരുക്കി പറയാമോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളും ക്ലീശയാണ്. ഇത് നമ്മൾ മനസ്സിൽ നിന്നാണ് പറയുന്നത്. ഏതാണ്ട് 30 കൊല്ലത്തെ എന്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അതായത് നമ്മൾ സേഫ് ആയിട്ട് മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു അൺസർട്ടണി ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാഗേർഡ് ആയിട്ട് ബൈ ചെയ്യുക. അതായത് ഒരു 15% ആദ്യം, പിന്നെ കുറച്ച് അവിടുന്ന് ഒരു 6% കറക്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു 10%. ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, നമ്മളൊരു ഇംഗ്ലീഷിൽ വേർഡ് പറയില്ലേ, ബൈ എന്ന് പറയുന്ന വേർഡും അക്യുമുലേറ്റ് എന്ന് പറയുന്ന വേർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ബൈ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ചെന്ന് നമ്മൾ മേടിക്കാതെ, അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കവർന്നെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ അക്യുമുലേറ്റിംഗ് ചെയ്യണ മോഡിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ എന്നുള്ളത്. അതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പൈസ എങ്ങനത്തെ ആയിരിക്കണം എന്നാണ് ഈ സമയത്ത്. അതായത് ഫ്രഷ് ആയിട്ട് മണിയുണ്ട്. ഇപ്പൊ വിഷ്ണു എന്റെ അടുത്ത് ചോദിച്ചാൽ ഫ്രഷ് ആയിട്ട് മണി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഒരു 2 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രമേ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാർഡിനൽ റൂളാണ്. മൂന്നാമത് നിങ്ങൾ പറയുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനി എന്ന് പറയുമ്പോൾ
സെക്ടർ ലീഡേഴ്സ്, അതായത് ഇനിയിപ്പോ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച് ഗ്ലോബൽ എക്കണോമിക്കൽ ഓർഡർ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഈ എക്സ്പോർട്ട് കമ്പനീസ് ആയാലും ശരി, ഡൊമസ്റ്റിക് കമ്പനീസ് ആയാലും ശരി, നിങ്ങൾ നോക്കേണ്ടത് സെക്ടർ ലീഡേഴ്സിനെയാണ്. നല്ല ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ഉള്ള സെക്ടർ ലീഡേഴ്സ്, ഡെപ്റ്റ് മാനേജബിൾ ലെവൽ, അതായത് ഓവർ ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനികൾ, നല്ല രീതിയിൽ എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പനികൾ, വേറെ എന്താ പറയുക ഒരു പ്രൈസിങ് പവർ ഉള്ള കമ്പനീസ്, അതായത് റോ മെറ്റീരിയൽസ് പ്രൈസ് ഇൻക്രീസ് വരികയാണെങ്കിൽ അവരുടെ എൻ പ്രോഡക്റ്റിന് വില കൂട്ടാൻ പറ്റുന്ന കമ്പനികൾ, അങ്ങനെയുള്ള കഴിവുള്ള കമ്പനീസ് ഉണ്ട്. അതായത് റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇനി ഇൻക്രീസ് ചെയ്തേക്കാം, അതായത് ഇനി ചൈനയാണല്ലോ റോ മെറ്റീരിയലിന്റെ ബാക്ക് ഓഫീസ് എന്ന് പറഞ്ഞത്, അവിടുന്ന് പല കാര്യങ്ങളും വില കൂടിയേക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരികയാണെങ്കിൽ അതിനെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കസ്റ്റമറിന് കൊടുത്ത് വീണ്ടും സെയിൽസ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്ന കമ്പനീസ്. ഇങ്ങനത്തെ ഒരു 4-5 പാരാമീറ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. അങ്ങനെയുള്ള സെക്ടർ ലീഡേഴ്സും അധികം ഓൺഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് പോപ്പുലർ ആയിട്ട് അല്ലാതെ നിൽക്കുന്ന കമ്പനികളുമായിരിക്കാം ഒരു പക്ഷേ മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർ നോക്കേണ്ടതെന്നുള്ളത് ഞാൻ ബേസ് ലൈൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സമയക്കുറവുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളൊരു പോർട്ട്ഫോളിയോ, ഒരു വാച്ച് ലിസ്റ്റും ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ വളരെ നന്നായിരിക്കും എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്ത് നമ്മൾ എല്ലാ ജനങ്ങൾക്കും, എല്ലാ പ്രേക്ഷകരോടും, എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും മെസ്സേജ് കൊടുക്കുന്നു. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന്.